ഈ കാപ്പന്റെ ഒരു കാര്യം വലിയ രസമാണ്. ചക്കരയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ചക്കര ഇഷ്ടമാണെന്ന് പണ്ട് ഈച്ച പറഞ്ഞതാണ് കാപ്പന്റെയും വേദവാക്യം. പഴയ പല സംഭവങ്ങൾ ഉണ്ടെങ്കിലും പുതുതായി ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധേയനാകുന്നത്. പാലായിലെ ജനറൽ ആശുപത്രിയുടെ മുന്നിലൂടെ പോകുന്ന ലിങ്ക് റോഡ് ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണെന്നാണ് കാപ്പൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. എല്ലാം ഔദ്യോഗികമാണ്. കൊല്ലനും അറിഞ്ഞില്ല, കൊല്ലത്തെയും അറിഞ്ഞില്ല, തിത്തിത്തൈ എന്നൊരു പഴമൊഴി പോലെ PWDയും അറിഞ്ഞില്ല, സർക്കാരും അറിഞ്ഞില്ല. ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. MLAയും മുനിസിപ്പൽ ചെയർപേഴ്സണുമാണ് ഉദ്ഘാടിക്കുന്നത്. അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചത് ജോസ് കെ മാണി. എന്നാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തികൾ. നാട്ടിലേത് അവിഹിത ഗർഭം ഉണ്ടായാലും അതിന്റെ ആള് ഞമ്മളാണെന്ന് പറഞ്ഞ് നടക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെയാണ് ഇപ്പോൾ കാപ്പൻ. ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നതിനാൽ എട്ടുകാലി മമ്മൂഞ്ഞിന് കുട്ടികൾ ഉണ്ടാകില്ല. എന്നാൽ ഏത് ഗർഭ കേസും അദ്ദേഹം ഏറ്റെടുക്കുമായിരുന്നു. അദ്ദേഹം ഇക്കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടമൊക്കെ എന്നേ രക്ഷപ്പെട്ടു പോയേനെ. എട്ടുകാലി മമ്മൂഞ്ഞല്ല നമ്മുടെ വിഷയം. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഏത് വികസന പ്രവർത്തനത്തിന്റെയും പിതൃത്വം കാപ്പനങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഫ്ലെക്സ് വയ്ക്കും, നോട്ടീസ് അടിക്കും, പരസ്യങ്ങൾ മുഴുവൻ നടത്തും, എന്നിട്ട് പരാതിയും പരിവേദനങ്ങളുമായി ഇറങ്ങും. ജോസ് എന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുകയാണെന്ന് വിളിച്ചുകൂവി നെഞ്ചത്തടിക്കും. ഇന്നലെ വരെ കാപ്പൻ പറഞ്ഞത് LDF സർക്കാർ അവഗണിച്ചു, ജോസ് കെ മാണി തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ്. ഇന്നത്തെ സ്വകാര്യ ഉദ്ഘാടന മഹാമകം ഇതിനെല്ലാം പ്രതിരോധിച്ച ആണെന്നാണ് ഇപ്പോഴത്തെ അവകാശവാദം. മുൻപ് ഒരു ദിവസം രാവിലെ 8 മണിക്ക് പാലാ ഗവൺമെന്റ് ആശുപത്രി കെട്ടിടത്തിന് മുന്നിൽ ഒരു റിബൺ ആരും അറിയാതെ കെട്ടി. മറ്റൊന്ന് പാലാ ബൈപ്പാസിലും, അതും സർക്കാർ വകുപ്പുകൾ അറിയാതെ. ഇതൊക്കെ കണ്ടും കേട്ടും ജനങ്ങൾ തന്നെ പറഞ്ഞു റിബണും കത്രിയും പിന്നെ കാപ്പനുമെന്ന്. ഒരു MLAയുടെ ബാധ്യതയാണ് നാടിന്റെ വികസനം. അതിന് മുഴുവൻ പേരെയും ചേർത്ത് പിടിക്കണം, അല്ലാതെ മറ്റുള്ളവരെ അവഹേളിച്ച് നടത്തുകയല്ല വേണ്ടത്. KM മാണി വികസിപ്പിച്ചെടുത്ത പാലായിൽ പുതുതായി എന്ത് വികസനമാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി കാപ്പൻ. അവിടെയാണ് തെറ്റിയത്. MP ആയ ജോസുമായി ചേർന്ന് നിന്ന് അതങ്ങ് സാധിക്കുന്നതായിരുന്നു ബുദ്ധി. ഇപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ റിബണും കത്രിയുമായി നടക്കുക. എവിടെ ഉദ്ഘാടനം ചെയ്യണമെന്നറിയില്ല. 4 ആള് കൂടുന്നിടത്ത് കണ്ടാൽ അവിടെ ഇറങ്ങും റിബണും കത്രിയുമായി. വണ്ടിയിൽ ഇതെല്ലാം കരുതി വെച്ചേക്കുക. 10 ആളെ ഒരുമിച്ച് കണ്ടാൽ വണ്ടി നിർത്തി റിബൺ എടുത്ത് 2 അറ്റവും കൂട്ടിക്കെട്ടി ഒറ്റ മുറിക്കല. എന്ത് ചെയ്യാൻ? മാനസിക നില അതായിപ്പോയി.